തന്നെ തുടങ്ങും. എന്നിട്ട് വിദേശികളായ മാജീഷ്യന്മാരെ കൊണ്ടുവന്നിട്ട് വിദഗ്ധ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യും. ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം മാത്രം എടുക്കുന്ന പരിപാടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ അന്തരീക്ഷത്തിൽ തന്നെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ എടുത്താലേ ആൾക്കാർക്ക് വിശ്വാസം വരുള്ളൂ. പറയുമ്പോൾ എല്ലാം പറയണോ? ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ട് ബാധ ഒഴിപ്പിക്കാനായിട്ട് അപ്പനും അമ്മയും കൊണ്ടുപോയതാണെങ്കിൽ ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് ഞാനങ്ങ് ആലോചിച്ച് പോവുകയാണേ. കയ്യിലിരിക്കുന്ന കാശ് മുഴുവൻ കൊണ്ട് ഈ വിവരവും വെള്ളിയാഴ്ചയും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇവൻ്റെ ഒരു പണിക്കും പോകാത്ത ഈ ബാബമാർക്ക് കൊണ്ട് കൊടുത്ത് സായൂജി പടയുന്ന കുറച്ച് ആളുകൾ, ഇതുപോലുള്ള ആൾ ദൈവങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ജനസമൂഹം. ഞാൻ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന ഈ സമൂഹത്തെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഇതുപോലെ കഷ്ടപ്പെട്ട് കൂലിപ്പണിയൊക്കെ ചെയ്തുകൊണ്ട് ആൾക്കാർ കൊണ്ട് കൂടോത്രത്തിനും വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബാധ ഒഴിപ്പിക്കാനും കൊണ്ട് കൊടുക്കുകയാണ്. ദൂരദേശത്തൊക്കെ പോയി ആരും അറിയാതെ തലേ തുണിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത്. ഈ കാര്യത്തിൽ ഞാൻ ഒരു വിഭാഗത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം എന്താണെന്നറിയോ? യുക്തിവാദികൾ, നിരീശ്വരവാദികൾ അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇമാതിരി പോകൃത്തരത്തിന് അവർ കൊണ്ട് കളയത്തില്ല, അത് ഉറപ്പാണ്. വിശ്വാസികളാണ് ഇതിന് പിന്നിൽ നടന്നിട്ട് അവിശ്വാസികളായ കുറേ ദൈവം തമ്പുരാക്കന്മാരെ ഭൂമിയിൽ ക്രിയേറ്റ് ചെയ്ത് സൃഷ്ടിച്ചെടുക്കുന്നത്. പിന്നെ ഇത് ഒരു മതത്തിൽ തന്നെയൊന്നും അല്ലെന്ന്, ഇതെല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു വിശ്വാസം അങ്ങോട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടി വന്നിട്ടുണ്ടല്ലോ, അതങ്ങ് മെല്ലെ അന്ധവിശ്വാസത്തിലേക്ക് പോകും. പിന്നെ ചെയ്യുന്നത് എന്താ, പ്രവർത്തിക്കുന്നത് എന്താണെന്നൊന്നും, പിന്നെ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ മറ്റുള്ളവരെല്ലാം പിശാചികളാണ്. ഞാനും ഇപ്പം പിശാചായിട്ട് മാറും ഇവർക്ക്. എന്നാൽ ഇവൻ പറയുന്നതിനകത്ത് 1% കേൾക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഇവർ ചിന്തിക്കത്തില്ല. പീഡിപ്പിക്കപ്പെട്ട ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോ കംപ്ലൈൻറ്റ് പറഞ്ഞതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പോറ്റി പിടിക്കപ്പെടുന്നത്. ഈ പുള്ളി പീഡിപ്പിച്ച എത്രയോ പെൺകുട്ടികൾ കംപ്ലൈൻറ്റ് പറയാതെ ഉണ്ടാവും. എത്രയോ പേരെ ഇപ്പോഴും പല ഭാവന്മാരും പീഡിപ്പിക്കുന്നുണ്ടാവും. ഇനിയൊരു ഫോട്ടോ കാണാമേ. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ 15-ാം നൂറ്റാണ്ടിലെങ്ങാണ്ട് ജീവിച്ചിരിക്കേണ്ട ഒരു മനുഷ്യൻ വന്ന് കാണിക്കുന്നതാണ് ഒരു കോപ്രായവേ. ഈ ഇന്ത്യ, ഈ കേരളത്തെ എത്ര പിന്നോട്ടടിക്കാനാണ് ഇവനൊക്കെ ശ്രമിക്കുന്നത്. ഇതിനെതിരെയൊന്നും പ്രതികരിക്കാൻ ഒരു മനുഷ്യനും ഇല്ലെന്നുള്ളതാണ് കേട്ടോ.